സ്വർണം കടത്തുന്നതിനിടെ നടി രമ്യ റാവു പിടിയിലായ സംഭവത്തിന് പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. കടത്തുന്ന ഓരോ കിലോയ്ക്കും 1 ലക്ഷം രൂപ എന്ന നിരക്കിൽ പ്രതിഫലം വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. എന്നാൽ തന്നെ ചിലർ ബ്ലാക്ക് മെയിൽ ചെയ്ത് സ്വർണം കടത്തിപ്പിക്കുകയായിരുന്നു എന്നാണ് നടിയുടെ മൊഴി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 30ഓളം ദുബായ് യാത്ര, ഈ വർഷം മാത്രം 10ലേറെ തവണ, എല്ലാ യാത്രയിലും ഏതാണ്ട് ഒരേ വസ്ത്രം. ഇതൊക്കെയാണ് നടി രമ്യ റാവുവിനെ DRI നിരീക്ഷണത്തിലാക്കാൻ കാരണം. ദുബായിൽ ബന്ധുക്കളോ മറ്റു ബിസിനസ്സോ ഒന്നും ഇല്ലെന്നിരിക്കെ യാത്ര ദുരൂഹമായിരുന്നു. ഇതോടെയാണ് സ്വർണ്ണക്കടത്താണെന്ന വിവരം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് 14 കിലോ സ്വർണം വസ്ത്രത്തിൽ നിന്ന് പിടികൂടിയത്. പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്വർണവും പണവുമായി ഏതാണ്ട് 17 കോടിയോളം രൂപയുടെ വസ്തുക്കളും പിടിച്ചെടുത്തു. തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്താണ് ഒരു സംഘം സ്വർണ്ണക്കടത്തിലേക്ക് എത്തിച്ചതെന്നാണ് പ്രതിയുടെ വാദം. എന്നാൽ കിലോയ്ക്ക് 1 ലക്ഷം എന്ന നിരക്കിൽ ഓരോ യാത്രയിലും 13 ലക്ഷം രൂപ വരെ പ്രതിഫലം കൈപ്പറ്റിയെന്നാണ് DRI കണ്ടെത്തൽ. സുരക്ഷാ പരിശോധനകൾ മറികടക്കാൻ പോലീസ് സഹായവും കിട്ടി. പിടിയിലാകുമ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിളും ഒപ്പം ഉണ്ടായിരുന്നു. വിമാനത്താവളത്തിന് പുറത്തുള്ള യാത്രയും പോലീസ് വാഹനങ്ങളിലായിരുന്നു. രമ്യയുടെ രണ്ടാനച്ഛൻ രാമചന്ദ്ര റാവു കർണാടകയിൽ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. എന്നാൽ മകളുമായി തനിക്ക് കാര്യമായ ബന്ധമില്ലെന്നാണ് രാമചന്ദ്ര റാവു പറയുന്നത്. 4 മാസം മുമ്പ് രമ്യയുടെ വിവാഹം കഴിഞ്ഞതാണെന്നും പിന്നീടുള്ള വിവരങ്ങളൊന്നും അറിയില്ലെന്നാണ് വാദം. മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നുള്ള ജ്വല്ലറി ഉടമയിൽ നിന്ന് പിടികൂടിയ പണം മോഷ്ടിച്ച കേസിൽ രാമചന്ദ്ര റാവുവിന്റെ ഗൺമാനെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. 24 മുംബൈ.